കിങ് മേക്കർ സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ടെസ്റ്റ് മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സഞ്ജു സാംസൺ ഇന്ത്യ ഡിക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം സെഞ്ചുറി നേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വാർത്തകളൊക്കെ പറയുമ്പോൾ നിങ്ങൾ എഴുതുന്നുണ്ടാവും, ഇവനെന്താണ് ക്രിക്കറ്റിനെ കുറിച്ചുള്ള റിവ്യൂ തുടങ്ങിയെന്ന്. ക്രിക്കറ്റിനെ കുറിച്ചുള്ള റിവ്യൂ അല്ല, വീണ്ടും സിനിമയെക്കുറിച്ച് തന്നെയാണ്. തമിഴ്നാട്ടിൽ നിന്ന് വന്ന ലബർ പന്ത് അഥവാ മലയാളത്തിലാക്കുമ്പോൾ റബ്ബർ പന്ത് എന്ന തമിഴ് സിനിമയെക്കുറിച്ചുള്ള റിവ്യൂ ആണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും കിങ് മേക്കർ സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. തമിഴരസൻ പച്ചമുത്തു സംവിധാനം ചെയ്ത് സീൻ റോളൻഡിന്റെ മ്യൂസിക്കിൽ പുറത്തിറങ്ങിയ ഈ സിനിമയിൽ ഹരീഷ് കല്യാൺ, അട്ടക്കത്തി ദിനേശ് എന്ന ദിനേശ് രവി, മലയാളത്തിൽ നിന്നുള്ള പ്രമുഖ നടിയായ സ്വാസിക, പിന്നെ സഞ്ജന, ബാലശരവണൻ, കാളി വെങ്കട്ട് തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ എത്തിയിട്ടുള്ളത്. ഒരു ക്രിക്കറ്റ് പ്രേമിക്ക് എന്തുകൊണ്ടും ഇഷ്ടപ്പെടാൻ പറ്റുന്ന ഒരു കിടിലൻ ട്രെയിലർ. അപ്പം തന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ആ സിനിമ ഒന്ന് കാണണമല്ലോ. എന്നാൽ ക്രിക്കറ്റ് പ്രേമിക്ക് മാത്രമല്ല, അതിൽ വളരെ നല്ല രീതിയിൽ തന്നെ ഫാമിലിക്ക് ആസ്വദിക്കാൻ പറ്റിയ നല്ല ഫീലിങ്സ് ഉള്ള നല്ല കിടിലൻ കഥയും അതിൽ തന്നെയുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടും ആ സിനിമക്ക് ടിക്കറ്റ് എടുത്തോ, നിങ്ങൾക്ക് വർത്ത്. തമിഴ് നല്ല രീതിയിൽ അറിയുമെങ്കിൽ, തമിഴ് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുമെങ്കിൽ, തമിഴ് സിനിമകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, തമിഴ് കൾച്ചർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും സിനിമക്ക് പോകണം. മലയാളത്തിന് ആന്റണി പെപ്പെ എന്ന പോലെ തന്നെ തമിഴിന് ഒരു ഹരീഷ് കല്യാണമുണ്ട്. ഇവരുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ വളരെ ഗംഭീരമാണ്. ആ ഹരീഷ് കല്യാണിന്റെ ഈ അടുത്ത് പുറത്തിറങ്ങിയ നമ്മുടെ അയ്യപ്പനും കോശിയോട് കിടപിടിക്കുന്ന പാർക്കിംഗ് എന്ന സിനിമ എത്ര പേർ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. ആ കണ്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായും ഈ സിനിമയ്ക്ക് എന്തു വന്നാലും പോവാം. ഇതേ ഹരീഷ് കല്യാണിനോട് എതിർത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ തുല്യ ശക്തിയായിട്ട് ഈ സിനിമയിൽ അട്ടക്കത്തി ദിനേശ് വേഷമിടുന്നുണ്ട്. തമിഴിലെ പാരഞ്ജിത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അട്ടക്കത്തി എന്ന സിനിമയിലൂടെ സിനിമാ രംഗത്തേക്ക് തുടക്കം കുറിച്ച് വെട്രിമാറിന്റെ വിസാരണ എന്ന സിനിമയിലൂടെ തേച്ചു മിനുക്കപ്പെട്ട അട്ടക്കത്തി ദിനേശ് ഈ സിനിമയിൽ വളരെ ഗംഭീരമായിട്ടുള്ള വേഷം കൈകാര്യം ചെയ്യുന്നു. ഈ സിനിമയിൽ അട്ടക്കത്തി ദിനേശിന്റെ അമ്മാവനായി അഭിനയിച്ച ഒരു വ്യക്തിയുണ്ട്. നല്ല പെർഫോമൻസ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ബാലശരവണൻ, കാളി വെങ്കട്ട് തുടങ്ങിയ പുരുഷജനങ്ങൾ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയുടെ ബിസിനസ് നടക്കാൻ വേണ്ടി ഒരുപക്ഷെ ഹരീഷ് കല്യാണിനോ അല്ലെങ്കിൽ അട്ടക്കത്തി ദിനേശിനോ സാധിച്ചേക്കാം. എന്നാൽ ഈ സിനിമയുടെ കണ്ടന്റിലേക്ക് എത്തുമ്പോൾ ഏറ്റവും നന്നായി എലിവേറ്റ് ചെയ്തിട്ടുള്ളത്, അത് ഏറ്റവും നന്നായി പെർഫോമൻസ് ചെയ്തിട്ടുള്ളത് ഈ സിനിമയിലെ ഒരു കൂട്ടം സ്ത്രീജനങ്ങളാണ്. അവർ ആരൊക്കെയാണെന്ന് നോക്കിയാൽ അതിൽ മുൻപന്തിയിൽ മലയാളത്തിന്റെ സ്വാസിക ഉണ്ട്. ആ സ്വാസികയുടെ ഒരു ഇൻട്രൊഡക്ഷൻ സീനൊക്കെ ഉണ്ട്. അതൊക്കെ അത്രത്തോളം രോമാഞ്ചം ഉളവാക്കുന്ന രീതിയിലുള്ള ഇൻട്രൊഡക്ഷൻ ആണ്. അതൊന്നും ഒരു പക്ഷേ ഒരു സിനിമയിലും ഒരു സ്ത്രീക്കും കിട്ടിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല, പ്രത്യേകിച്ച് തമിഴ് സിനിമയിൽ. എന്നാൽ ഇതേ സ്വാസികയെ തന്നെ നോക്കുകുത്തിയായി നിർത്തുന്ന ഒരു മികച്ച പ്രകടനവുമായി, അത് മാത്രമല്ല അല്ലാതെ സിനിമയിലുടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള സഞ്ജന എന്ന അഭിനേത്രിയും വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇവരെ കൂടാതെ സ്ത്രീകളായിട്ട് മറ്റു 3 അമ്മമാരുണ്ട്. ഈ 3 അമ്മമാരും വളരെ നന്നായിട്ട് സിനിമയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. സിനിമ അതിന്റെ ആദ്യ പകുതിയിൽ ക്രിക്കറ്റും പകയും അടിപിടിയും ഒക്കെ ആയിട്ട് ഉദ്വേഗജനകമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ സിനിമ സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുന്നിടക്കും തൊട്ട് അത് വ്യക്തികൾ തമ്മിലുള്ള, കുടുംബങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിന്റെയും ബന്ധത്തിന്റെയും ഒക്കെ ആഴങ്ങളിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് അത് ഒരു നാടിനെ അല്ലെങ്കിൽ ഒരു കൾച്ചറിനെ എങ്ങനെ മാറ്റിയെടുക്കുന്നു എന്നുള്ളതിലേക്കാണ് ക്ലൈമാക്സിനോടനുബന്ധിച്ച് അത് എത്തിച്ചേരുന്നത്. എന്നാൽ തന്നെയും ഈ സിനിമയിൽ സംവിധായകനും എഴുത്തുകാരനുമായ തമിഴരസൻ പച്ചമുത്ത് കൃത്യമായിട്ട് തമിഴ്നാടിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പൊളിറ്റിക്സ് ആയ ജാതി വ്യവസ്ഥ, അതായത് താഴ്ന്നജാതിയും ഉയർന്ന ജാതിയും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ ഇല്ലാണ്ടാക്കാം, അതുപോലെ തന്നെ സ്ത്രീ പുരുഷ വ്യത്യാസം, ലിംഗവ്യത്യാസം, ഇതെങ്ങനെ ആണ് ഇന്ത്യയിൽ നടന്നു പോകുന്നത്, അതെങ്ങനെ മാറ്റി നിർത്താം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഈ സിനിമയിൽ സംസാരിക്കുന്നു. ക്യാമറയും എഡിറ്റിങ്ങും ഒക്കെ സിനിമയെ എലിവേറ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ടെങ്കിലും എടുത്തു പറയേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ആണ്. നമ്മളെ സിനിമയുടെ ഉള്ളിലേക്ക് കടക്കുന്നതിന് വളരെ ഭംഗിയായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഞാൻ സെക്കൻഡ് ഹാഫിൽ ചില സീനുകളിലെങ്കിലും കണ്ണു നിറഞ്ഞിരുന്നിട്ടുണ്ട്. അതിന് കാരണം മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനം തന്നെയാണ്. അതുപോലെ അൻപിന്റെയും ഗത്തിന്റെയും
പ്രകടനങ്ങളെ എലിവേറ്റ് ചെയ്യാൻ വേണ്ടി മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ക്യാപ്റ്റൻ വിജയകാന്തിന്റെ സോങ് കൃത്യമായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, സിനിമയിൽ വീണുപോകുന്ന രംഗങ്ങളിലും അവർ ഉയർത്തെഴുന്നേൽക്കുന്ന രംഗങ്ങളിലും ഒക്കെ മറ്റു സിനിമകളിലെ പാട്ടുകളൊക്കെ കൃത്യമായി പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോ എന്തു വന്നാലും അൻപിന്റെയും ഗത്തിന്റെയും പ്രകടനങ്ങൾ കാണാൻ വേണ്ടി നിങ്ങൾ തിയേറ്ററിലേക്ക് തന്നെ പോകണം എന്നാണ് പറയാനുള്ളത്. അപ്പൊ അടുത്ത സിനിമയുടെ റിവ്യൂ കാണുന്നത് വരെ സൈനിങ് ഓഫ് കിങ് മേക്കർ സ്റ്റുഡിയോ.